ജി സുധാകരനെതിരെ ഒളിയമ്പുമായി സജി ചെറിയാൻ. VS ഉണ്ടായിരുന്നുവെങ്കിൽ പാർട്ടിയിലെ ഒറ്റുകാരെ വളരാൻ അനുവദിക്കില്ലായിരുന്നുവെന്നാണ് അനുസ്മരണ പ്രസംഗത്തിലെ പരാമർശം. VS ഒറ്റുകാരെയും വർഗവഞ്ചകരെയും വെറുതെ വിടില്ലായിരുന്നു. തിരിച്ചടികൾ മാറ്റി പാർട്ടി ആലപ്പുഴയിൽ തിരിച്ചുവരുമെന്നും സജി ചെറിയാൻ പ്രതികരിച്ചു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന എല്ലാ വഞ്ചകന്മാരുടെ മുഖത്തു നോക്കി ധിക്കാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന VSന്റെ അഭാവം ആലപ്പുഴയിലെ കേരളത്തിലെ പാർട്ടിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്തരം വഞ്ചകന്മാരെ, ഒറ്റുകാരെ ചൂണ്ടിക്കാണിച്ച തൊഴിലാളി പ്രസ്ഥാനത്തെ ഏകോപിപ്പിക്കാൻ സഖാവ് VS ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുകയായിരുന്നു. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ആലപ്പുഴയുടെ മണ്ണിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ അതിന്റെ ഇരട്ടി ശക്തിയോടെ തിരിച്ചു കൊണ്ടുവരാൻ പ്രതിജ്ഞയെടുക്കുന്ന ദിനമാണ് ഈ ദിനമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ VS അനുസ്മരണ ലേഖനം ജി സുധാകരന്റേതായി ഇന്ന് പ്രധാന പത്രത്തിൽ വന്ന ദിവസം കൂടിയാണ്. ഇപ്പോൾ സുധാകരനെതിരെ ഒളിയമ്പാണ് സജി ചെറിയാൻ ഉയർത്തിയിരിക്കുന്നത്. ആ പോര് ഇപ്പോഴും VSന്റെ പേരിൽ കൂടി തുടരുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, VS മരിച്ച ശേഷം പാർട്ടി വിട്ട നേതാക്കളാണ് ജി സുധാകരനും ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഒക്കെ തന്നെ. അതിൽ ആലപ്പുഴയുടെ മണ്ണിൽ വലിയ ചുടുകാട്ടിൽ VS അനുസ്മരണത്തിൽ തന്നെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു കാലത്ത് ജില്ലയിലെ CPMനെ തന്നെ നയിച്ചിരുന്ന ഒരു നേതാവ്, ആ നേതാവ് പാർട്ടി വിട്ടതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പരോക്ഷമായി നിലവിൽ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള സജി ചെറിയാൻ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ജി സുധാകരനും മുൻ മന്ത്രിയുമായിട്ടുള്ള സജി ചെറിയാൻ തമ്മിലുള്ള പോർമുഖം നേരത്തെ തുടങ്ങിയതാണ്. അതായത് ജി സുധാകരൻ CPM പാർട്ടി വിടുന്നതിന് മുൻപേ തന്നെ വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ ജി സുധാകരനും സജി ചെറിയാനും നേരത്തെ ഉണ്ടായിരുന്നതാണ്. സജി ചെറിയാന്റെ ഭരണഘടനാ കുന്തവും കുടച്ചക്രം എന്ന പരാമർശത്തിൽ ആദ്യ പ്രതികരണം പ്രതിപക്ഷത്ത് നിന്ന് വരുന്നതിന് മുൻപേ തന്നെ അതിനെതിരെ സംസാരിച്ച ആളായിരുന്നു ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ഇവർ തമ്മിലുള്ള വൈര്യം നിലനിൽക്കുന്നത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. അപ്പോഴാണ് വലിയ ചുടുകാട്ടിൽ നടന്ന VS അനുസ്മരണ സമ്മേളനത്തിന്റെ അതിന്റെ സ്വാഗത പ്രസംഗത്തിലാണ് ആദ്യം തന്നെ ഒരു ജാഗ്രത, അതായത് ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസം അത്തരത്തിലുള്ള സത്യപ്രതിജ്ഞാ ദിവസമാണ്. ഒറ്റുകാരെ, വർഗവഞ്ചകരെ ഒക്കെ തന്നെ VS ഉണ്ടായിരുന്ന കാലമായിരുന്നെങ്കിൽ VS ധിക്കാരപൂർവ്വം അവർക്ക് മറുപടി നൽകുമായിരുന്നു. അങ്ങനെ ഒരു നേതാവിന്റെ അഭാവം നിലവിൽ ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നവരുടെ മുഖത്ത് നോക്കി ധിക്കാരപൂർവ്വം സംസാരിക്കാൻ കഴിയുന്ന നേതാവ് അത് VS ആയിരുന്നു. പാർട്ടിയിലെ ഒറ്റുകാരെ വളരാൻ VS അനുവദിക്കില്ല എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പിന്നീട് സജി ചെറിയാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. സ്മൃതി, ശരി, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.